സെൻട്രൽ ന്യൂസ് ഡെസ്കിലേക്ക് ബി ദിലീപ് കുമാർ ചേരും. മൂന്ന് മുന്നണികളും അവരുടെ ഏത് കോട്ടകൾ വീഴും, ഏത് കോട്ടകൾ വാഴും എന്നുള്ള കണക്കുകൂട്ടലുകളിലാണ്. പറയൂ ദിലീപ് കുമാർ. കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് വൈകിട്ട് 4 മണിക്കറിയാം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് തീയതി സംബന്ധിച്ച പ്രഖ്യാപനം നടത്തുന്നതോടുകൂടി സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ സജീവമാകുമെന്ന കാര്യം ഉറപ്പാണ്. മുന്നണികൾ ഇതിനകം തന്നെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചൊക്കെ ഏതാണ്ട് ധാരണയായിട്ടുള്ള 95% മണ്ഡലങ്ങളുണ്ട്. ചില മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇപ്പോഴും കല്ലുകടി അവശേഷിക്കുന്നത്. ആ മണ്ഡലങ്ങളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ശ്രമമാണ് മുന്നണി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച്, UDF-നെ സംബന്ധിച്ചും LDF-നെ സംബന്ധിച്ചും CPIM-നെ സംബന്ധിച്ചുമൊക്കെ വലിയ തർക്കമായി നിൽക്കുന്നത് രണ്ടിടത്തും രണ്ട് സുധാകരന്മാരാണ്. കണ്ണൂരിൽ കെ സുധാകരൻ കണ്ണൂർ സീറ്റ് വേണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം അമ്പലപ്പുഴയിൽ G സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന് ഇതിനകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത്തരത്തിലുള്ള ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ, ഒറ്റപ്പെട്ട ചില രാഷ്ട്രീയമായ എതിർ ശബ്ദങ്ങൾ, ചില അനൈക്യത്തിന്റെ സൂചനകൾ, ഇതൊക്കെ ഉയരുന്നത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനവും ഈ മുന്നണികളുടെ ഭാഗത്ത് നിന്ന് വേഗം തന്നെ ഉണ്ടായേക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അതിനിടെ ചില ചെറിയ ഘടകകക്ഷികളുടെ കാര്യത്തിൽ ചില പ്രശ്നങ്ങൾ ചില മണ്ഡലങ്ങളെ സംബന്ധിച്ചൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം തന്നെ RJD KP മോഹനൻ ഇനി മത്സരിക്കാനില്ല എന്ന കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പകരം അദ്ദേഹത്തിന്റെ അനന്തരവനായിരിക്കും സ്ഥാനാർത്ഥി PK പ്രവീൺ ആയിരിക്കും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മറ്റ് ചില പാർട്ടികളുടെ കാര്യത്തിലും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് NCPയുടെ കാര്യത്തിൽ AK ശശീന്ദ്രൻ എലത്തൂർ സീറ്റിനായി പിടിമുറുക്കുകയാണ്. പക്ഷേ ശശീന്ദ്രൻ 7 തവണ ജയിച്ചതാണ്. ഇനി ഈ ശശീന്ദ്രനെ മാറ്റി മറ്റൊരു നേതാവിനെ പരീക്ഷിക്കണമെന്നാണ് PC ചാക്കോയെ പോലെയുള്ള നേതാക്കളുടെ അഭിപ്രായം. അങ്ങനെ NCPയിലും ചില തർക്കങ്ങൾ നടക്കുന്നുണ്ട്. മറുവശത്ത് UDF-ലും സ്ഥിതിഗതികൾ, ചില മണ്ഡലങ്ങളെ സംബന്ധിച്ചൊക്കെ ഇപ്പോഴും പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. പക്ഷേ അത് ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ കോൺഗ്രസ് നേതൃത്വത്തിന്, UDF നേതൃത്വത്തിനൊക്കെ ഉണ്ട്. NDAയും നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള തീരുമാനത്തിലാണ്. ഇതിനകം തന്നെ BJPയുടെ നിരവധി തവണ പാർലമെന്ററി ബോർഡ് ഉൾപ്പെടെയുള്ളവ ചേർന്നിട്ടുണ്ട്. അത് ഇനിയിപ്പോൾ അന്തിമമായി പാർലമെന്ററി ബോർഡാണ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുത്ത് ആ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കേണ്ടത്, പ്രസിദ്ധീകരിക്കേണ്ടത്. അതിലേക്കുള്ള നടപടികളിലേക്ക് BJP ഇന്ന് തന്നെ കടക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ 3 മുന്നണികളും സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ച്, ചില മണ്ഡലങ്ങൾ ഒഴിച്ചു നിർത്തിക്കൊണ്ട് മറ്റു മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ വേഗം തന്നെ പ്രഖ്യാപിക്കുക എന്നതാണ് മുന്നണികൾ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലുമൊക്കെയുള്ള ആ തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് മുന്നിലുണ്ട്. പക്ഷേ അതുകൊണ്ട് വോട്ടർമാരുടെ മനസ്സ് കൃത്യമായി പ്രവചിക്കുക അസാധ്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 തവണ തുടർച്ചയായി ഇടതുമുന്നണിയെ അധികാരത്തിലേറ്റിയ സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് കേരളം. പിന്നാലെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതിനു മുമ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2019 നടന്നപ്പോഴും അതിനു മുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് ആയിരുന്നില്ല, അല്ലെങ്കിൽ ആ മുന്നണിയെ വരിക്കുകയായിരുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് വലിയ മേധാവിത്വം ലഭിച്ചിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സാധാരണഗതിയിൽ LDF-ന് അനുകൂലമായി മാറാറുണ്ട്. പക്ഷേ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവും മാറിയിട്ടുണ്ട്. ഇരു മുന്നണികളും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. CPIM പ്രതീക്ഷിക്കുന്നത് പരമാവധി 110 സീറ്റാണ്. എങ്ങനെ പോയാലും ഒരു 57 സീറ്റ് അവർക്ക് അതിൽ കുറഞ്ഞ് ലഭിക്കില്ല എന്ന ഒരു വിശ്വാസം CPIM-നുണ്ട്. ഒരു 15 സീറ്റുകൾ കൂടി ഒപ്പം കൊണ്ടുവന്നാൽ സുഗമമായ ഭരണത്തിലേറാൻ കഴിയും എന്ന വിശ്വാസം CPIM നേതൃത്വം ഇപ്പോഴും പുലർത്തുന്നുണ്ട്. അവർ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പരമാവധി 110 സീറ്റുകളാണ് ലക്ഷ്യമിടുന്നത്. കോൺഗ്രസ് ആകട്ടെ എങ്ങനെ പോയാലും ഒരു 57 സീറ്റ് അവർക്ക് ലഭിക്കും എന്ന പ്രതീക്ഷ UDF നേതൃത്വത്തിനുമുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലേത് വെച്ച് നോക്കിയാൽ 79 സീറ്റ് ഉറപ്പായും ലഭിക്കുമെന്ന് UDF നേതാക്കളും കണക്കുകൂട്ടുന്നു. ദിലീപ് കുമാറാണ് സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.